ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാന്മാരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഹാപ്പി ഓണം. അപ്പം എന്തുവാ, കൺജുറിങ് ഇന്ന് റിലീസായിരിക്കുവാണ്. ദ ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു, ലാസ്റ്റ് എപ്പിസോഡാണെന്ന് തോന്നുന്നു. ഒന്നും അപ്ഡേറ്റോ കാര്യങ്ങളോ, സാധാരണ ഒരു കൺജുറിങ് കഴിയുമ്പം ലാസ്റ്റ് അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു തരുന്നതാണ്. പക്ഷേ ഇത് അതുപോലെ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കൊന്ന് ലാസ്റ്റ് സീരീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞാണ് അവർ കാണിക്കുന്നതും. അപ്പം കോൺജറിങ് കണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നണ്ണെന്ന് പറഞ്ഞ ആ ഒരു സെക്കൻഡ് ഇതില്ലേ, അത് മാത്രമാണ് എനിക്ക് നന്നായിട്ട് അത്യാവശ്യം പേടിക്കാനാണെങ്കിലും. നണ്ണും പിന്നെ ഫസ്റ്റ് കൺജറിങ്ങും അതും കൊള്ളാം കേട്ടോ. അപ്പം ആ രണ്ട് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ മറ്റുള്ള അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എന്തോ ഒരു വലിയ ഗുമ്മില്ല, ഒരു പേടിക്കാനുള്ള അത്രയും ഇതൊന്നും ഇല്ല. പക്ഷെ ഫസ്റ്റ് ദ കൺജുറിങ്ങും പിന്നെ അതുപോലെ നണ്ണും, ഇത് രണ്ടും കിടുക്കാച്ചായിരുന്നു. ഇപ്പം നമ്മളിപ്പം പറയാൻ വേണ്ടി വരുന്നത് ദ ലാസ്റ്റ് റൈറ്റ്സ്. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോറി ബേസ് നോക്കുവാണെങ്കിലും അവരെടുത്തിരിക്കുന്ന ടെക്നിക്കലും സംഭവവും കാര്യങ്ങളും എല്ലാം പഴയ ആ ഒരു ആംബിയൻസ്, ആ ഒരു സെറ്റപ്പ്, ആ ഒരു ഇത്, അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പടം നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എനിക്കെന്തോ സംതിങ് പേടിക്കാനുള്ളതോ അല്ലെങ്കിൽ ഹൊറർ ആ ഒരു സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഇതിനകത്തൊന്നും വലുതായിട്ടൊന്നും ഇല്ല. ഇപ്പൊ ക്ലൈമാക്സ് തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ സംസാരവും കുറച്ച് കാര്യങ്ങളും പിന്നെ അവിടെ ഇവിടെ കാണിക്കുന്നു. പിന്നെ ഇടക്ക് വീണ്ടും വരുന്നു പ്രേതം, വീണ്ടും കാണിക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ്. കുറെ സംസാരം, പള്ളിയച്ചരം കാണിക്കുന്നു, അത്രയൊക്കെ ഉള്ളു. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പം അവിടെ എവിടെയൊക്കെയോ ചെറിയൊരു ഇത്, അത്രേ ഉള്ളൂ. പിന്നെ ക്ലൈമാക്സ് വരുമ്പം അത്രക്കൊന്നും വലിയ പേടിപ്പെടുന്ന രീതികൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നണ്ണ് എന്ന് പറഞ്ഞ ഇത് പറഞ്ഞില്ലേ, അപ്പം ആ ഒരു ഇത് വെച്ചിട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഇത് അത്രക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അത്രേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ആ സിനിമയ്ക്കകത്തില്ല. എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അതാണ്. അപ്പം നിങ്ങൾ പോയി കാണുക. ഇപ്പം ഓണമൊക്കെയാണ്. കത്തി നിൽക്കുന്ന ലോക എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ കൂടുതലും കത്തി നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് തന്നെ 3 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. മദ്രാസി ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ഭാഗ്യ ഇറങ്ങിയിട്ടുണ്ട്, കോൺജറിങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോയി കാണുക. എൻ്റെ അഭിപ്രായം പേഴ്സണലി എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഒന്നും കൂടെ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ വരുന്നവരെ ബൈ.